നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഏകദേശം 60 ദ്വീപുകൾ ചേർന്ന ഒരു ദ്വീപ് സമൂഹമാണ് ഷാഗോസ് ദ്വീപുകൾ. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ US ശാക്തിക പ്രാതിനിധ്യത്തിന്റെ പ്രധാന കേന്ദ്രമായ ഡീഗോ ഗാർഷ്യ ഈ ദ്വീപ് സമൂഹത്തിൽ ഉൾപ്പെട്ടതാണ്. ഷാഗോസിലെ ഏറ്റവും വലിയ ദ്വീപുമാണ് ഇത്. ബ്രിട്ടന്റെയും USന്റെയും നിയന്ത്രണത്തിലാണ് ഈ ദ്വീപ്. തങ്ങളുടെ വിദേശ സൈനിക താവളങ്ങളിൽ വലിയ പ്രാധാന്യമാണ് US ഡീഗോ ഗാർഷ്യയ്ക്ക് നൽകിയിരിക്കുന്നത്. വലിയ വ്യാപാര നീക്കങ്ങൾ നടക്കുന്ന മേഖലയാണ് ഇന്ത്യൻ ഓഷ്യൻ മേഖല എന്നതാണ് ഇതിന് കാരണം. ഇപ്പോൾ അതിമാരക മിസൈൽ ഖൊറം ഷഹർ ഡീഗോ ഗാർഷ്യയിലേക്ക് ഇറാൻ പ്രയോഗിച്ചപ്പോൾ കന്യാകുമാരി വരെ വിറച്ചിരിക്കുകയാണ്. ഇതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് നാവികസേന. സമുദ്രം വളഞ്ഞിറങ്ങി INS വിക്രാന്ത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ നാവികശക്തിയും സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നത് INS വിക്രാന്താണ്. ഈ യുദ്ധാന്തരീക്ഷത്തിൽ എന്തിനും തയ്യാറായി സജ്ജമായി തന്നെയാണ് വിക്രാന്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ നാവികശക്തിയും സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നത് INS വിക്രാന്താണ്. ഈ യുദ്ധാന്തരീക്ഷത്തിൽ എന്തിനും തയ്യാറായി സജ്ജമായാണ് വിക്രാന്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഹോർമുസിൽ കെട്ടിക്കിടക്കുന്ന കപ്പലുകൾ ഒന്നൊന്നായി പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് ഡീഗോ ഗാർഷ്യൻ ആക്രമണം പ്രതിസന്ധി തന്നെയാണ്. വൻ ശക്തികളുടെ പോർവിളികളും മിസൈൽ ഗർജനങ്ങളും ഇന്ത്യയുടെ അതിർത്തിക്കടുത്ത് മുഴങ്ങുന്ന ആശങ്കാജനകമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാനിയൻ പടക്കപ്പൽ ഐറിസ് ഡേന തകർക്കപ്പെട്ടതിന് പിന്നാലെ അമേരിക്കയുടെ തന്ത്രപ്രധാന സൈനിക താവളമായ ഡീഗോ ഗാർഷ്യയ്ക്ക് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തു എന്നതാണ് ഏറ്റവും പുതിയ സംഭവവികാസം. ഇതോടെ മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങൾ പാടെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. ഡീഗോ ഗാർഷ്യയ്ക്ക് നേരെ ഇറാൻ തൊടുത്തുവിട്ട 2 മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകളും ലക്ഷ്യസ്ഥാനത്ത് എത്തും മുൻപേ തകർക്കപ്പെട്ടു എങ്കിലും ആക്രമണ പരിധി ഇറാൻ വർദ്ധിപ്പിച്ചത് അമേരിക്കയെയും സഖ്യകക്ഷികളെയും ഞെട്ടിച്ചിട്ടുണ്ട്. ശ്രീലങ്കയ്ക്കും മാലിദ്വീപിനും തൊട്ടടുത്തുള്ള ഈ മേഖലയിലെ യുദ്ധകാഹളം ദക്ഷിണേഷ്യൻ രാജ്യങ്ങളെയും ആശങ്കയിലാക്കുന്നു. കന്യാകുമാരിയിൽ നിന്ന് വെറും 1800 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഡീഗോ ഗാർഷ്യ പസഫിക് ഇന്ത്യൻ സമുദ്രമേഖലയിലെ അമേരിക്കയുടെ ഏറ്റവും ശക്തമായ സൈനിക കേന്ദ്രം. ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതകളെല്ലാം നിയന്ത്രിക്കാൻ കഴിയുന്ന ഈ ദ്വീപ് ഒരു അത്യാധുനിക കമാൻഡിംഗ് സെന്റർ കൂടിയാണ്. B-52 ബോംബറുകൾക്കും ആണവ മുങ്ങിക്കപ്പലുകൾക്കും തമ്പടിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ബ്രിട്ടനിൽ നിന്ന് പാട്ടത്തിനെടുത്ത ഈ ദ്വീപിന്റെ അധികാരം മൗറീഷ്യസിന് കൈമാറാനുള്ള കരാറിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തു വന്നത് അടുത്തിടെ രാഷ്ട്രീയ ചർച്ചയായിരുന്നു. ഇറാനെ നേരിടാൻ ഡീഗോ ഗാർഷ്യ ഉപയോഗിക്കേണ്ടി വരുമെന്ന് 2026 ഫെബ്രുവരിയിൽ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഡീഗോ ഗാർഷ്യ ലക്ഷ്യമാക്കി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം പ്രതിരോധ വിദഗ്ധരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഇറാന്റെ മിസൈൽ ശേഷി 2000 കിലോമീറ്റർ മാത്രമാണെന്ന പാശ്ചാത്യ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് 4000 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലേക്ക് മിസൈൽ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും അമേരിക്കയുടെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന താവളം ഇനി അത്ര കണ്ട് സുരക്ഷിതമല്ല എന്ന സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. മാത്രമല്ല 2000 കിലോമീറ്റർ എന്ന പരിധി മറികടന്ന ആക്രമണ ശ്രമം സൂചിപ്പിക്കുന്നത് ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യ ലോകം കരുതിയതിനേക്കാൾ ഏറെ മുന്നിലാണെന്നാണ്. ലോകം ഇതുവരെ കണ്ടതിൽ വെച്ച് അമ്പരപ്പിക്കുന്ന മാറ്റത്തിനാണ് ഇന്ത്യൻ മഹാസമുദ്രം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കേവലം ഒരു പ്രാദേശിക യുദ്ധം മാത്രമല്ല എന്നും അത് ഭൂഖണ്ഡങ്ങൾ താണ്ടി പടരാൻ പോകുന്ന ഒന്നാണെന്നും അടിവരയിടുന്നതാണ് ഇറാന്റെ ഈ നീക്കം. അയൽപ്പക്കത്ത് നടക്കുന്ന ഈ വൻ ശക്തി പോരാട്ടം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത്. മേഖലയിലെ വ്യാപാരത്തെയും സുരക്ഷയെയും ഇത് ബാധിക്കും. ചൈനയെ പ്രതിരോധിക്കാൻ അമേരിക്കൻ സാന്നിധ്യം ആവശ്യമാണെങ്കിലും സ്വന്തം സ്വാധീന മേഖലയിൽ മറ്റൊരു യുദ്ധമുണ്ടാകുന്നത് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് മൗറീഷ്യസിലെ അഗലേഗ ദ്വീപിൽ സ്വന്തം സൈനിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇന്ത്യ നടപടികൾ വേഗത്തിലാക്കുന്നത്. എന്തുകൊണ്ട് ഈ താവളം സുപ്രധാനമാകുന്നു എന്ന് നോക്കാം. ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഷ്യൻ ടെറിട്ടറിയുടെ ഭാഗമായ ഡീഗോ ഗാർഷ്യ അമേരിക്കയുടെയും UKയുടെയും ഏറ്റവും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രമാണ്. അദൃശ്യമായ കോട്ടയാണ് ഈ ദ്വീപ് എന്ന് പറയാം. കാരണം ആൾതാമസമില്ലാത്ത ഈ ദ്വീപ് ഒരു അദൃശ്യ വിമാനവാഹിനി കപ്പൽ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ഇറാഖ് യുദ്ധങ്ങളിൽ B-52 ബോംബറുകൾ പറന്നുയർന്നത് ഇവിടെ നിന്നാണ്.
അതുകൊണ്ട് തന്നെ തന്ത്രപരമായ പ്രഹരശേഷി ഇവിടെയുണ്ട്. അമേരിക്കയുടെ ആഗോള സാറ്റലൈറ്റ് ട്രാക്കിംഗ് സംവിധാനങ്ങളുടെ സുപ്രധാന കണ്ണിയാണ് ഇത്. ഇത്രയും സുരക്ഷിതമെന്ന് കരുതിയ ഒരിടത്തേക്ക് ഇറാന്റെ മിസൈലുകൾ എത്തിയത് വാഷിംഗ്ടണിനെ തെല്ലൊന്നുമല്ല അമ്പരപ്പിച്ചിരിക്കുന്നത്. ഈ ആക്രമണത്തിലൂടെ യൂറോപ്പിലെ പ്രധാന നഗരങ്ങളായ ലണ്ടനും പാരീസും ഇപ്പോൾ ഇറാന്റെ മിസൈൽ മുനയിലാണ് എന്നതാണ് സത്യം. കഴിഞ്ഞ ദിവസം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഇറങ്ങാൻ അനുമതി നിഷേധിച്ച ശ്രീലങ്കയുടെ നടപടി വലിയ ചർച്ചയായിരുന്നു. ഇറാന്റെ ആക്രമണം ഭയന്ന് തന്നെയാണ് ലങ്ക ഈ കടുത്ത തീരുമാനമെടുത്തതെന്നാണ് ഇപ്പോൾ നൽകുന്ന സൂചന. ഡീഗോകാശി വരെ ഇറാന്റെ മിസൈലുകൾ എത്തുമെങ്കിൽ ശ്രീലങ്കയും അവരുടെ പരിധിയിലാണ് എന്ന തിരിച്ചറിവ് കൊളംബോയെ ജാഗരൂകരാക്കുന്നു. യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യസ്ഥ ശ്രമങ്ങൾ ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. സൗദി അറേബ്യ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി മോദി കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോണിൽ സംസാരിച്ചിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെ ഇടപെടൽ വേണമെന്ന് ഗൾഫ് രാഷ്ട്രങ്ങൾ ആവശ്യപ്പെട്ടതായാണ് വിവരം. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണക്കുകൂട്ടലിൽ ഈ ആക്രമണത്തിന് ഉപയോഗിച്ചത് ഇറാന്റെ അത്യാധുനിക ഖോറം ഷഹർ 4 എന്ന മിസൈലുകളാണ്. ഇതിന്റെ സവിശേഷതകൾ ഞെട്ടിക്കുന്നത് തന്നെയാണ്. 1500 കിലോയിലധികം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ഇതിന് ക്ലസ്റ്റർ ബോംബുകളും വിന്യസിക്കാനാകും. ലിക്വിഡ് ഫ്യുവൽ എഞ്ചിനാണ് ഈ മിസൈലിന്റെ മറ്റൊരു പ്രത്യേകത. ദീർഘദൂര യാത്രയ്ക്ക് സഹായിക്കുന്ന അത്യാധുനിക ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഇതിനുണ്ട്. മാനുവറബിൾ റീ എൻട്രി വെഹിക്കിൾ ഉള്ള ഈ മിസൈൽ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുമ്പോൾ പാത മാറ്റാൻ കഴിയുന്നതിനാൽ ഇതിനെ തകർക്കാൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പ്രയാസപ്പെടും. ഇറാൻ ഇന്ന് ലോകത്തിലെ തന്നെ കരുത്തുറ്റ മിസൈൽ ശക്തികളിൽ ഒന്നാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അവരുടെ ശേഖരത്തിലെ പ്രധാനികൾ ഇവരാണ്. സെജിൽ 2500 കിലോമീറ്റർ പ്രഹരശേഷിയുള്ള സോളിഡ് ഫ്യൂവൽ മിസൈൽ മിനിറ്റുകൾക്കുള്ളിൽ വിക്ഷേപിക്കാൻ സാധിക്കും. അടുത്തത് ഷഹാബ് 3 ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് നിർമ്മിച്ചതാണ്. ഏതാണ്ട് 2000 കിലോമീറ്ററാണ് ദൂരപരിധി. പിന്നെ ഉള്ളത് ഫത്ത, ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈൽ. ശബ്ദത്തേക്കാൾ 15 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഇതിനെ തടയാൻ നിലവിലെ ഒരു പ്രതിരോധ സംവിധാനത്തിനും കഴിയില്ലെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. പിന്നെ ഹൗവീസ, താഴ്ന്നു പറന്ന് ലക്ഷ്യം കാണുന്ന ക്രൂയിസ് മിസൈലുകൾ. SM-3 ഇന്റർസെപ്റ്റർ, പരീക്ഷിക്കപ്പെട്ട പ്രതിരോധം. ആക്രമണത്തിനിടെ ഒരു മിസൈൽ തനിയെ തകർന്നു വീണപ്പോൾ രണ്ടാമത്തേതിനെ തടയാൻ അമേരിക്കൻ നാവികസേന അവരുടെ SM-3 ഉപയോഗിച്ചു. ഹിറ്റ് ടു കിൽ സാങ്കേതിക വിദ്യയാണ് ഇത്. എങ്കിലും ഇറാന്റെ നൂതനമായ മിസൈലുകളെ നേരിടാൻ ഈ സംവിധാനങ്ങൾക്ക് പൂർണ്ണമായി കഴിയുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നു. ഡീഗോകാശിക്ക് നേരെയുള്ള ഈ നീക്കം കേവലം ഒരു പരീക്ഷണമല്ല, മറിച്ച് ലോകശക്തികൾക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ്. ഇറാന്റെ പക്കൽ യൂറോപ്പിനെ വരെ ചാരമാക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടതോടെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം പുതിയൊരു യുദ്ധമുഖത്തേക്ക് വഴിമാറുകയാണ്. ഇത്രയും സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ 2 ഓയിൽ ടാങ്കറുകൾക്ക് കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകിയത് ശ്രദ്ധേയം തന്നെയാണ്. ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം നിലനിർത്താൻ ഇറാൻ താൽപ്പര്യപ്പെടുന്നു എന്നതിൻ്റെ തെളിവായി ഇതിനെ കാണാം. പ്രകൃതിവാതകവുമായി എത്തിയ ഈ കപ്പലുകൾ സുരക്ഷിതമായി ഇന്ത്യൻ തീരത്ത് എത്തിയിട്ടുണ്ട്. മുജ്തബ ഖമേനിയുടെ നേതൃത്വത്തിൽ ഇറാൻ ആക്രമണം കടുപ്പിക്കുമ്പോൾ തന്നെ ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ മധ്യസ്ഥ ശ്രമങ്ങളിലേക്കാണ്. ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം ശക്തമാക്കിയത് ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളെ ബാധിച്ചിട്ടുണ്ട്. സൗദിയിലും UAE-യിലും ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷയിൽ കേന്ദ്ര സർക്കാരിന് വലിയ ആശങ്കയാണ് ഉള്ളത്. ഇവരുടെ തൊഴിലും ജീവിതവും അപകടത്തിലായ സാഹചര്യത്തിലാണ് ഇന്ത്യ മധ്യസ്ഥതയ്ക്ക് മുൻകൈ എടുക്കുന്നത്. ട്രംപിന്റെ കടുത്ത നിലപാടുകളും ഇറാനിന്റെ പ്രകോപനങ്ങൾക്കുമിടയിൽ സമാധാനത്തിന്റെ ഒരു പാത വെട്ടിത്തുറക്കാൻ മോദിക്ക് കഴിയുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. അങ്ങനെ സംഭവിച്ചാൽ അത് ഇന്ത്യയുടെ നയതന്ത്ര മികവിന്റെ കരുത്ത് തന്നെയായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.